അപ്പോൾ ആൽഗ കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് പാർട്ടാണ് ബ്രയോഫൈറ്റ്സ്. ബ്രയോഫൈറ്റ്സിൻ്റെ പ്രത്യേകത, ബ്രയോഫൈറ്റ്സ് ആൽഗകളെക്കാളും കുറച്ചുകൂടെ ഡെവലപ്ഡ് ആയിട്ടുള്ള പാർട്ടായിരിക്കും നമ്മുടെ പ്ലാന്റ് കിങ്ഡത്തിൻ്റെ രണ്ടാമത്തെ ഗ്രൂപ്പായിട്ടുള്ള ബ്രയോഫൈറ്റ്സ് എന്ന് പറയുന്നത്. അവർ കൂടുതലായിട്ടും കാണുന്നത് നമ്മുടെ ഡംപ് പ്ലേസ് അല്ലെങ്കിൽ കുറച്ചുകൂടെ മോയ്സ്റ്റ് കണ്ടന്റ് ഉള്ള പ്ലേസ് അല്ലെങ്കിൽ ഈർപ്പം നിൽക്കുന്ന പ്ലേസിലായിരിക്കും. കുറച്ചുകൂടെ പച്ചയ്ക്ക് പറഞ്ഞാൽ വെള്ളം അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ അംശമുള്ള സ്ഥലങ്ങളിലായിരിക്കും കൂടുതലായിട്ട് കാണുന്നത്. അവർ സോയിൽ അല്ലെങ്കിൽ ടെറസ്ട്രിയലായിട്ട് കാണപ്പെടുന്ന പ്ലാന്റ്സ് ആണ് എന്നിൽ പോലും വാട്ടറിൻ്റെ കണ്ടന്റ് ഉള്ള ഏരിയയിലായിരിക്കും അവർ കൂടുതലായിട്ട് കാണുന്നത്. അപ്പോൾ ഡംപ് പ്ലേസ് അല്ലെങ്കിൽ ഹ്യൂമിഡ് പ്ലേസ് എന്നൊക്കെ നമുക്ക് പറയാം. കുറച്ചുകൂടെ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, വെള്ളത്തിൻ്റെ അംശം കാണുന്ന അല്ലെങ്കിൽ വാട്ടറിൻ്റെ അംശം കാണുന്ന സ്ഥലങ്ങളിലായിരിക്കും അവർ കൂടുതലായിട്ടും കാണുന്നത്. അതേപോലെ തന്നെ നമ്മൾ ആൽഗകളിൽ പറഞ്ഞതുപോലെ തന്നെ ഇവർക്ക് ട്രൂ റൂട്ടോ സ്റ്റെമ്മോ ലീഫോ ഇതിൽ 3 പാർട്ടും ഇവർക്ക് കാണത്തില്ല. പക്ഷേ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പാർട്ടായിരിക്കും. അതായത് ആരെ വെച്ച് നോക്കുമ്പോൾ, ആൽഗകളെ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പാർട്ടായിരിക്കും ഇവർക്കുള്ളത്. പക്ഷേ ഇവർക്ക് നമ്മുടെ ഹയർ പ്ലാന്റ്സിനെ പോലെ ട്രൂ റൂട്ട് സ്റ്റെം ലീഫ് ഒന്നും നമുക്ക് തിരിക്കാൻ പറ്റില്ല. അതേപോലെ തന്നെ ഇവരുടെ ബോഡിക്കകത്ത് കാണപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട പാർട്ടാണ് റൈസോയിഡ്സ് എന്ന് പറയുന്ന ഒരു പാർട്ട്. റൈസോയിഡ്സ് എന്ന് പറഞ്ഞാൽ ബ്രയോഫൈറ്റ്സിനെ സംബന്ധിച്ചിടത്തോളം അവർ നോർമലായിട്ട് ഏതെങ്കിലും ഒരു സബ്സ്ട്രേറ്റുമായിട്ട്, ഇപ്പോൾ പാറ അല്ലെങ്കിൽ തടിക്കകത്ത് അങ്ങനെ ഏതെങ്കിലും ഒരു സബ്സ്ട്രേറ്റുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടായിരിക്കും നിൽക്കുന്നത്. അങ്ങനെ സബ്സ്ട്രേറ്റുമായിട്ട് അറ്റാച്ച് ചെയ്ത് നിൽക്കാൻ സഹായിക്കുന്ന പാർട്ടിനെ പറയുന്ന പേരാണ് റൈസോയിഡ്സ്. അപ്പോൾ ബ്രയോഫൈറ്റ്സിൻ്റെ ബോഡിയിൽ ഏതെങ്കിലും ഒരു പാർട്ടുമായിട്ട് അറ്റാച്ച് ചെയ്ത് നിൽക്കാൻ സഹായിക്കുന്ന പാർട്ടിനെ, അവരുടെ ബോഡി പാർട്ടിനെ പറയുന്ന പേരാണ് റൈസോയിഡ്സ്. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഫസ്റ്റ് പോയിന്റ്, അവർ ഹ്യൂമിഡ് ഏരിയസിൽ അല്ലെങ്കിൽ വാട്ടറിൻ്റെ അംശം നിൽക്കുന്ന സ്ഥലങ്ങളിലായിരിക്കും കൂടുതലായിട്ട് കാണുന്നത്. കരയിലാണ് ജീവിക്കുന്നതെങ്കിൽ പോലും ട്രൂ റൂട്ട് സ്റ്റെമ്മ് ലീഫ് കാണുന്നില്ല. അതുപോലെ റൈസോയിഡ്സ് എന്ന് പറയുന്നൊരു പാർട്ട് കാണുന്നുണ്ട്. റൈസോയിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഏതെങ്കിലും ഒരു സബ്സ്ട്രേറ്റുമായിട്ട് അറ്റാച്ച് ചെയ്ത് നിൽക്കാൻ ഇവരുടെ പ്ലാന്റ് ബോഡിയിൽ കാണപ്പെടുന്ന ഒരു പാർട്ടാണ് ഈ റൈസോയിഡ്സ് എന്ന് പറയുന്ന പാർട്ട്. അതേപോലെ ഇവരെ വിളിക്കുന്നത്, അടുത്ത് പറയുന്ന ഒരു പ്രധാനപ്പെട്ട പോയിന്റാണ്, ഇവരെ നമുക്ക് പ്ലാന്റ് കിങ്ഡത്തിൻ്റെ ആംഫീബിയൻസ് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ആംഫീബിയൻസ് ഓഫ് ദ പ്ലാന്റ് കിങ്ഡം. ആംഫീബിയൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഉഭയജീവികൾ എന്നാണ്. അതായത് നമ്മൾ ഫ്രോഗിനെ കുറിച്ച് പറയാറുണ്ട്, ഫ്രോഗ് കരയിലും വെള്ളത്തിലും കാണുന്നു. അപ്പോൾ അതേപോലെ ബ്രയോഫൈറ്റ്സിനെ നമുക്ക് ആംഫീബിയൻസ് ഓഫ് ദ പ്ലാന്റ് കിങ്ഡം എന്ന് വിളിക്കാം. കാരണം ഇവർ ടെറസ്ട്രിയലായിട്ടാണ് കാണുന്നതെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ സോയിലാണ് കാണുന്നതെന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ ഇവരുടെ റീപ്രൊഡക്ഷൻ നടക്കണമെങ്കിൽ, പ്രധാനമായിട്ടും സെക്ഷുവൽ റീപ്രൊഡക്ഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം, വാട്ടറിൻ്റെ കണ്ടൻറ്റ് വേണം. വാട്ടർ കണ്ടന്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഇവരുടെ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ നടക്കൂ. അതുകൊണ്ടാണ് എന്ത്, ആംഫീബിയൻസ് ഓഫ് ദ പ്ലാന്റ് കിങ്ഡം എന്ന് ബ്രയോഫൈറ്റ്സിനെ വിളിക്കുന്നത്. അപ്പം അവരുടെ ലൈഫ് സൈക്കിളിൽ സോയിലും അതുപോലെ വാട്ടറും വരുന്നുണ്ട് എങ്കിൽ അതുകൊണ്ടാണ് ഇവരെ നമ്മൾ ആംഫീബിയൻസ് ഓഫ് ദ പ്ലാന്റ് കിങ്ഡം എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്താണ്, ടെറസ്ട്രിയലായിട്ടാണ് കാണുന്നത്, പക്ഷേ സെക്ഷുവൽ റീപ്രൊഡക്ഷന്, കറക്റ്റ് പറഞ്ഞാൽ ഇവരുടെ ഗ്യാമേറ്റ്സിൻ്റെ ഫ്യൂഷന് വെള്ളം വേണം. അതുകൊണ്ടാണ് വാട്ടറിൻ്റെ പ്രസൻസിൽ മാത്രമേ ഗ്യാമേറ്റ്സിൻ്റെ ഫ്യൂഷൻ നടക്കൂ. അതുകൊണ്ടാണ് അവരെ ആംഫീബിയൻസ് ഓഫ് ദ പ്ലാന്റ് കിങ്ഡം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതാണ് അവരുടെ ജനറലായിട്ട് നമുക്ക് ഫസ്റ്റ് പറയാനുള്ള പോയിന്റ്സ്. ഇനി നമുക്ക് നേരെ റീപ്രൊഡക്ഷനിലേക്ക് പോകാം. അവരുടെ മെയിനായിട്ട് അവരുടെ റീപ്രൊഡക്ഷനെ കുറിച്ചിട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിച്ച് നോക്കുക. ഇവർ ഹ്യൂമിഡ് ആയിട്ടുള്ള ഏരിയാസിനകത്തായിരിക്കും കാണുന്നത്. ട്രൂ റൂട്ട്, ട്രൂ സ്റ്റെം, ട്രൂ ലീഫ് ഒന്നും കാണുന്നില്ല. ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്ര ട്രൂ റൂട്ട് സ്റ്റെം ലീഫ് നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റില്ല. ആൽഗകളേക്കാൾ അഡ്വാൻസ്ഡ് ആണ്. റൈസോയിഡ്സ് എന്ന് പറയുന്ന പാർട്ട് കാണുന്നുണ്ട്, ഏതെങ്കിലും ഒരു സബ്സ്ട്രേറ്റുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കാൻ വേണ്ടി കാണുന്ന പാർട്ടാണ് ഈ റൈസോയിഡ്സ് എന്ന് പറയുന്ന പാർട്ട്. അതേപോലെ ഇവർ ആംഫീബിയൻസ് ഓഫ് ദ പ്ലാന്റ് കിങ്ഡം എന്ന് വിളിക്കും. ഇനി നമ്മൾ നേരെ റീപ്രൊഡക്ഷനിലേക്ക് പോകാം. റീപ്രൊഡക്ഷനിലേക്ക് പോകുമ്പോഴത്തേക്കും ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവരുടെ ബോഡിയിൽ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ, അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ, സെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്നിങ്ങനെ 3 പാർട്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ, അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ, സെക്ഷൽ റീപ്രൊഡക്ഷൻ, അങ്ങനെ 3 തരത്തിലുള്ള റീപ്രൊഡക്റ്റീവ് മെത്തേഡ്സ് ഇവർ കാണിക്കുന്നുണ്ട്. അസെക്ഷൽ റീപ്രൊഡക്ഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫ്രാഗ്മെൻറ്റേഷൻ ആണ്. ഫ്രാഗ്മെൻറ്റേഷൻ നമുക്കറിയാം എന്താണ്, വെജിറ്റേറ്റീവ് ആയിട്ടുള്ള ബോഡി മുറിഞ്ഞ് പുതിയ ഫ്രാഗ്മെൻറ്റുകളായിട്ട് മാറുന്ന പാർട്ടാണ് ഫ്രാഗ്മെൻറ്റേഷൻ എന്ന് പറഞ്ഞത്. ഇപ്പോൾ ഇവരുടെ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ നോക്കുക, ഫ്രാഗ്മെൻറ്റേഷൻ വഴിയാണ് പ്രധാനമായിട്ട് ഇവർ റീപ്രൊഡക്ഷൻ നടക്കുന്നത്. അതേപോലെ അസെക്ഷൽ റീപ്രൊഡക്ഷനകത്ത് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം, ജെമ്മെ എന്ന് പറയുന്ന ഒരു പാർട്ട് ഫോം ചെയ്യുന്നുണ്ട്. ജെമ്മെ കപ്സ് അല്ലെങ്കിൽ ജെമ്മെ, ഇത് അവരുടെ അസെക്ഷുവൽ റീപ്രൊഡക്റ്റീവ് പാർട്ട്. ഇവിടെ സ്പോർ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല, ജെമ്മെ. ഇത് നമുക്ക് വേണ്ടുന്ന പോയിന്റ് ഒന്നും അത്യാവശ്യം നമ്മുടെ ടെക്സ്റ്റുമായിട്ട് ബന്ധപ്പെട്ട പോയിന്റ് അല്ല, എന്നാലൊന്ന് ജസ്റ്റ് ഓർത്തിരിക്കുക. ഈ ജെമ്മെ എന്ന് പറയുന്ന പാർട്ട് ഫോം ചെയ്യുന്നത്
ജെമ്മെ കപ്പ് എന്ന് പറയുന്ന ഒരു പാർട്ടിനകത്ത് ഒരു കപ്പിലേക്ക് സ്ട്രക്ചറിനുള്ളിലാണ് ജെമ്മെ കപ്പ് ഫോം ചെയ്യുന്നത്. ഈ ജെമ്മെ കപ്പിനകത്തുള്ള ജെമ്മെ അവരുടെ ബോഡിക്കകത്ത് ഡെവലപ്പ് ചെയ്ത് വരും, അത് അടർന്ന് മാറി പുതിയ പാർട്ടായിട്ട് വളർന്നു വരികയും ചെയ്യുന്നു. അപ്പോൾ അതാണ് അവരുടെ അസെക്ഷുവൽ റീപ്രൊഡക്റ്റീവ് മെത്തേഡ്. നമ്മൾ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ പറയുമ്പോൾ ശ്രദ്ധിക്കണം, ബ്രയോഫൈറ്റ്സിനെ സംബന്ധിച്ചിടത്തോളം 2 തരത്തിലുള്ള ലൈഫ് സൈക്കിൾസുകൾ, 2 സ്റ്റേജസ് കാണുന്നുണ്ട് ലൈഫ് സൈക്കിളിനകത്ത്. അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിക്കുക, വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷനും അസെക്ഷുവൽ റീപ്രൊഡക്ഷനും. വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ നടക്കുന്നത് ഫ്രാഗ്മെൻറ്റേഷൻ വഴിയാണ്, അതായത് അവരുടെ ബോഡി മുറിഞ്ഞ് കഷ്ണങ്ങളായി മാറുകയും ഓരോ കഷ്ണത്തിൽ നിന്ന് പുതിയ ഓർഗാനിസം വരികയും ചെയ്യുന്നു. അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത് ഒരു കപ്പിലേക്ക് സ്ട്രക്ചറിനുള്ളിൽ ജെമ്മെ പോലെ ഫോം ചെയ്യുകയും അത് അടർന്ന് മാറി പുതിയ പാർട്ടായിട്ട് വരികയും ചെയ്യുന്നു. ഇതാണ് അവരുടെ അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ. അപ്പോൾ ഇത്രയും ആർക്കും സംശയമൊന്നും ഇല്ലയെന്ന് വിചാരിക്കുന്നു. നമ്മൾ നേരെ പോകുന്നത് ബ്രയോഫൈറ്റ്സിൻ്റെ സെക്ഷുവൽ റീപ്രൊഡക്ഷനിലേക്കാണ്. ഇവരുടെ മെയിൻ പ്ലാൻ ബോഡി എന്ന് പറയുന്നത് ഗ്യാമറ്റോഫൈറ്റ് എന്ന് പറയുന്ന പ്ലാൻ ബോഡിയാണ്, പാർട്ടാണ്. നമ്മൾ ഇനി അങ്ങോട്ട് പറയുന്ന മിക്കുള്ള പാർട്ടിനകത്തും 2 തരത്തിലുള്ള ലൈഫ് സൈക്കിൾസ് പറയുന്നുണ്ട്. ഗ്യാമറ്റോഫൈറ്റ് അവരുടെ മെയിൻ പ്ലാൻ ബോഡി എന്ന് പറയുന്നത് ഗ്യാമറ്റോഫൈറ്റ് എന്ന് പറയും. ഇത് ഹാപ്ലോയിഡ് ആണ്, ക്രോമസോമിൻ്റെ ഹാപ്ലോയിഡും ഡിപ്ലോയിഡും എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇത് ഹാപ്ലോയിഡ് ആണ് ഗ്യാമറ്റോഫൈറ്റ്. അപ്പോൾ ഈ ഗ്യാമറ്റോഫൈറ്റിനകത്തായിരിക്കും എന്ത് ഫോം ചെയ്യുന്നത്? ഗ്യാമേറ്റ്സ് ഫോം ചെയ്യുന്നത്, അല്ലെങ്കിൽ സെക്സ് ഓർഗൻസ് ഫോം ചെയ്യുന്നത്. ഇപ്പോൾ ഗ്യാമറ്റോഫൈറ്റിനകത്ത് മെയിൽ ഗ്യാമറ്റോഫൈറ്റിൽ ഫോം ചെയ്യുന്ന സെക്സ് ഓർഗനാണ് ആന്ത്രിഡിയം. ശ്രദ്ധിച്ചിരിക്കണം, ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ആന്ത്രിഡിയം ഇവരുടെ ഗ്യാമേറ്റ് ഹാപ്ലോയിഡ് ആയതുകൊണ്ട് തന്നെ, ഗ്യാമറ്റോഫൈറ്റ് ഹാപ്ലോയിഡ് ആയതുകൊണ്ട് തന്നെ ആന്ത്രിഡിയം ഇതായിരിക്കും, ഹാപ്ലോയിഡ് ആയിരിക്കും. ഇനി ഫീമെയിലാണെന്നുണ്ടെങ്കിൽ അവിടെ ഫോം ചെയ്യുന്ന സ്ട്രക്ചറാണ് ആർക്കിഗോണിയം. അപ്പോൾ ഗ്യാമറ്റോഫൈറ്റ് ആണ് ബ്രയോഫൈറ്റ്സിൻ്റെ മെയിൻ പ്ലാൻ ബോഡി എന്ന് പറയുന്നത്. ആ പ്ലാൻ ബോഡി നമ്മൾ പറയുന്ന പേരാണ് ഗ്യാമറ്റോഫൈറ്റ്. ഗ്യാമേറ്റ് ഫോം ചെയ്യുന്നതുകൊണ്ടാണ് ഗ്യാമറ്റോഫൈറ്റ് എന്ന് വിളിക്കുന്നത്. ഹാപ്ലോയിഡ് ആയിരിക്കും. മെയിൽ ഗ്യാമറ്റോഫൈറ്റിനകത്ത് മെയിൽ സെക്സ് ഓർഗൻ ആയിട്ടുള്ള ആന്ത്രിഡിയം ഫോം ചെയ്തത്. മെയിൽ സെക്സ് ഓർഗനാണ് ആന്ത്രിഡിയം. ഫീമെയിലിൻ്റെ ബോഡിയിൽ ഫീമെയിൽ സെക്സ് ഓർഗൻ ആയിട്ടുള്ള ആർക്കിഗോണി ഫോം ചെയ്തത്. അതായത് ഗ്യാമേറ്റ് ഫോം ചെയ്യുന്ന സ്ട്രക്ചറിനെയാണ് ഇവിടെ സെക്സ് ഓർഗൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ മെയിലിൽ ആന്ത്രിഡിയം, ഫീമെയിലിൽ ആർക്കിഗോണിയം. ആന്ത്രിഡിയത്തിനകത്ത് കുറേ, അതായത് ഫ്ലജലേറ്റഡ് ആയിട്ടുള്ള മൂവ്മെൻറ്റിന് പറ്റുന്ന ഫ്ലജലേറ്റഡ് ആയിട്ടുള്ള ആന്ത്രോസോയിഡ്സ് ഫോം ചെയ്യും. ഓക്കെ, ആന്ത്രോസോയിഡ്സ് ഫോം ചെയ്ത് മൈറ്റോസിസ് വഴിയാണ്. മൈറ്റോസും മിയോസും ഒക്കെ നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ആന്ത്രോസോയിഡ്സ് ഫോം ചെയ്യുന്നത് ഹാപ്ലോയിഡാണ്. ആർക്കിഗോണിയത്തിനകത്ത് ഒരൊറ്റ ഫീമെയിൽ ഗ്യാമേറ്റ് ഫോം ചെയ്യും, അതിനെ നമ്മൾ എഗ് എന്ന് വിളിക്കും. ഓക്കെ, ഇനി വാട്ടറിൻ്റെ സാന്നിധ്യത്തിൽ മാത്രം, ഇത് രണ്ടും റിലീസ് ചെയ്യുന്നത് വാട്ടറിലേക്കാണ്, അല്ലെങ്കിൽ വാട്ടർ കണ്ടന്റിലേക്കാണ്. വാട്ടറിൻ്റെ പ്രസൻസിൽ മാത്രം, അതായത് ഇവരുടെ ബോഡിയിൽ നിന്ന് ഇത് പുറത്തേക്ക് റിലീസ് ചെയ്യുകയാണ്. ഇത് വാട്ടറിൻ്റെ പ്രസൻസിൽ വെച്ച് മാത്രമേ ഒരു ആന്ത്രോസോയിഡ് ഒരു എഗ് കൂടെ ഫ്യൂസ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ആന്ത്രോസോയിഡ്സും എഗ്ഗും കൂടെ വാട്ടറിൻ്റെ പ്രസൻസിൽ വെച്ച് ഫ്യൂസ് ചെയ്തിട്ട് സൈഗോട്ട് ഫോം ചെയ്യുന്നു. സൈഗോട്ടിൻ്റെ ഇത് എന്നും ഈ എന്നും കൂടെ ഫ്യൂസ് ചെയ്തിട്ടായതുകൊണ്ട് സൈഗോട്ട് എപ്പോഴും 2n ആയിരിക്കും. ഓക്കെ, ഇതാണ് ആദ്യത്തെ ഒരു സെക്ഷൻ. ഇതിൻ്റെ ഇത്രയും വരുന്നത് ഹാപ്ലോയിഡ് പാർട്ടല്ലയോ ആണ്. അപ്പോൾ ഇത് ഹാപ്ലോയിഡ് ജനറേഷൻ എന്ന് പറയും. ഇതിനകത്ത് ഒരു ഹാപ്ലോയിഡ് ജനറേഷനും ഡിപ്ലോയിഡ് ജനറേഷനും കാണിക്കുന്നത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയും. ഇപ്പോൾ ഹാപ്ലോയിഡ് ജനറേഷൻ ഇത്രയുമാണ്, സൈഗോട്ട് വരുന്നതിന് മുമ്പ് വരെ. അപ്പോൾ ശ്രദ്ധിക്കുക, ഗ്യാമറ്റോഫൈറ്റ് ആണ് ബ്രയോഫൈറ്റ്സിൻ്റെ മെയിൻ പ്ലാൻ ബോഡി. നമ്മൾ വീടിൻ്റെ പുറത്തോട്ട് ഇറക്കുമ്പോഴത്തേക്കും മിറ്റത്തൊക്കെ ഇങ്ങനെ പച്ച പിടിച്ച് കിടക്കുന്ന സാധനമാണ് ബ്രയോഫൈറ്റ്സ് ആണ് അതെല്ലാം. അപ്പോൾ ഗ്യാമറ്റോഫൈറ്റ്, ഹാപ്ലോയിഡ് കണ്ടീഷനിലുള്ള ഗ്യാമറ്റോഫൈറ്റ് ആണ് ബ്രയോഫൈറ്റ്സിൻ്റെ മെയിൻ പ്ലാൻ ബോഡി. ഈ ഗ്യാമറ്റോഫൈറ്റിനകത്ത് 2 തരത്തിലുള്ള സെക്സ് ഓർഗൻ, മെയിൽ ഗ്യാമറ്റോഫൈറ്റ് ആണെങ്കിൽ ആന്ത്രിഡിയം, ഫീമെയിൽ ഗ്യാമറ്റോഫൈറ്റ് ആണെങ്കിൽ ആർക്കിഗോണിയം. അതായത് മെയിൽ സെക്സ് ഓർഗനാണ് ആന്ത്രിഡിയം, ഫീമെയിൽ സെക്സ് ഓർഗൻ ആർക്കിഗോണിയവുമാണ്. ആന്ത്രിഡിയവും ആർക്കിഗോണിയം 2 ഹാപ്ലോയിഡ് ആണ്. അതിനകത്ത് ഫോം ചെയ്യുന്ന ഗ്യാമേറ്റ്സ് ആണ്. ആന്ത്രിഡിയത്തിനകത്തുള്ള മെയിൽ ഗ്യാമേറ്റ് ആന്ത്രോസോയിഡ്സും ആർക്കിഗോണിയം എന്ന് പറയുന്ന ഫീമെയിൽ സെക്സ് ഓർഗനിലെ ഫീമെയിൽ ഗ്യാമേറ്റ് എഗ്ഗുമാണ്. മെയിൽ ഗ്യാമേറ്റ് ആയിട്ടുള്ള ആന്ത്രോസോയിഡും ഫീമെയിൽ ഗ്യാമേറ്റ് ആയിട്ടുള്ള എഗ്ഗും കൂടി ചേർന്ന് ഡിപ്ലോയിഡ് ആയിട്ടുള്ള സൈഗോട്ട് ഫോം ചെയ്യുന്നു.
ഓക്കെ, ഇവിടുന്ന് അങ്ങോട്ട് ഡിപ്ലോയിഡ് കണ്ടീഷനാണ്. ഇനി സൈഗോട്ട് എന്ന് പറയുന്ന പാർട്ട്, ഇതിൽ നിന്നും ഡെവലപ്പ് ചെയ്ത് വരുന്ന പാർട്ടാണ് സ്പോറോഫൈറ്റ്. അപ്പോൾ ഇവരുടെ ബോഡിയിൽ ഗ്യാമറ്റോഫൈറ്റ്, സ്പോറോഫൈറ്റ് എന്ന് പറയുന്ന 2 തരത്തിലുള്ള ജനറേഷൻസ് കാണിക്കുന്നുണ്ട്. ഹാപ്ലോയിഡ് ജനറേഷൻ, ഡിപ്ലോയിഡ് ജനറേഷൻ. ഗ്യാമറ്റോഫൈറ്റും വരുന്നുണ്ട്, സ്പോറോഫൈറ്റും വരുന്നുണ്ട് ഒരു ബോഡിക്കകത്ത്. അപ്പോൾ ഒരു ഓർഗാനിസത്തിൻ്റെ അല്ലെങ്കിൽ ഒരു പാർട്ടിൻ്റെ ലൈഫ് സൈക്കിൾ ഇങ്ങനെ 2 തരത്തിലുള്ള സ്റ്റേജ് വരുന്നു എങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ. alternation of generation. alternation of generation. ഓക്കെ, ശ്രദ്ധിക്കുക. സൈഗോട്ടിൽ നിന്നും സ്പോറോഫൈറ്റ് ആയിട്ടുള്ള 2n കണ്ടീഷനിലുള്ള സ്പോറോഫൈറ്റ് ഫോം ചെയ്യുന്നു. ഇനി ഈ സ്പോറോഫൈറ്റിന് മിയോസിസ് സംഭവിക്കും. ശ്രദ്ധിച്ചിരിക്കുക, മിയോസിസിനെ കുറിച്ച് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. 2n എന്ന് പറയുന്ന സെല്ലിൽ നിന്നും മിയോസിസ് നടന്നാൽ n എന്ന് പറയുന്ന കണ്ടീഷനിലുള്ള 4 സെല്ലുകളാണ് ഫോം ചെയ്യുന്നത്. അതായത് ഡിപ്ലോയിഡ് ആയിട്ടുള്ള ഒരു സെല്ലിൽ നിന്നും മിയോസിസ് നടന്നാൽ ഹാപ്ലോയിഡ് ആയിട്ടുള്ള 4 സെല്ലുകളാണ് ഫോം ചെയ്യുന്നത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മൈറ്റോസും മിയോസും ഒക്കെ പക്ഷേ പഠിക്കാനുണ്ട്. അപ്പോൾ ഡിപ്ലോയിഡ് ആയിട്ടുള്ള സെല്ലിൽ നിന്നും മിയോസിസ് നടന്നാൽ ഹാപ്ലോയിഡ് ആയിട്ടുള്ള 4 സെല്ലുകളാണ് ഫോം ചെയ്തത്. അപ്പോൾ എന്ത് ചെയ്യും? സ്പോറോഫൈറ്റിനകത്ത് മിയോസിസ് നടന്നാൽ 4 ഹാപ്ലോയിഡ് സ്പോർസ് ഫോം ചെയ്യും. സ്വാഭാവികമായിട്ടും സ്പോർസിൻ്റെ പ്ലോയിഡ് എന്നല്ലേ ആണ്. അപ്പോൾ സ്പോറോഫൈറ്റിന് മിയോസിസ് നടന്ന്, ബാക്കി ഇവിടെ എല്ലാം നടക്കുന്നത് മൈറ്റോട്ടിക് ഡിവിഷനാണ്. മിയോസിസ് നടന്ന് സ്പോർ ഫോം ചെയ്യുന്നു. സ്പോർ ഫോം ചെയ്താൽ എന്ത് സംഭവിക്കും? ഓരോ സ്പോറിൽ നിന്നും പുതിയ ഗ്യാമറ്റോഫൈറ്റ് ആവുകയും ചെയ്യും. ഇവിടെ n ആയതുകൊണ്ട് ഇവിടെ n. അപ്പോൾ ഈ n എന്ന് പറയുന്ന കണ്ടീഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഈ മിയോസിസ് എന്ന് പറയുന്ന സെൽ ഡിവിഷനിലൂടെയാണ്. ശ്രദ്ധിച്ചിരിക്കണം. ഗ്യാമറ്റോഫൈറ്റ് മെയിൽ ഗ്യാമറ്റോഫൈറ്റ് ആണെങ്കിൽ മെയിൽ സെക്സ് ഓർഗൻ ആന്ത്രീഡിയം എന്നാണ് പേര്. ആന്ത്രീഡിയത്തിനകത്ത് ഫോം ചെയ്യുന്ന മെയിൽ ഗ്യാമേറ്റ് ആണ് ആന്ത്രോസോയിഡ്സ്. ഫീമെയിൽ ഗ്യാമറ്റോഫൈറ്റിലെ ഫീമെയിൽ സെക്സ് ഓർഗൻ എന്ന് പറയുന്നത് ആർക്കീഗോണിയമാണ്. ആർക്കീഗോണിയത്തിനകത്ത് ഫോം ചെയ്യുന്ന ഫീമെയിൽ ഗ്യാമേറ്റ് എന്ന് പറയുന്നത് എഗ്ഗ്. ആന്ത്രോസോയിഡ്സ് കുറേ ഫോം ചെയ്യും, എഗ്ഗ് വരണം. ഇത് രണ്ടും കൂടെ വാട്ടറിൻ്റെ പ്രസൻസിൽ ഫ്യൂസ് ചെയ്ത് സൈഗോട്ട് ഫോം ചെയ്യുന്നു. ഗ്യാമേറ്റ് ഫ്യൂസ് ചെയ്യാൻ വാട്ടർ കണ്ടൻറ്റ് നിർബന്ധമായതുകൊണ്ടാണ് കരയിൽ ജീവിക്കുന്ന ഇവരെ നമ്മൾ ആംഫിബിയൻസ് ഓഫ് ദ പ്ലാന്റ് കിങ്ഡം എന്ന് വിളിക്കുന്നത്. ഇനി സൈഗോട്ട് ഫോം ചെയ്യുന്നു. സൈഗോട്ടിൽ നിന്ന് എന്ത് ഫോം ചെയ്യുന്നു? സ്പോറോഫൈറ്റ് ഫോം ചെയ്യുന്നു. ഇവിടെ വരെ നടക്കുന്ന എല്ലാം മൈറ്റോട്ടിക് ഡിവിഷനാണ്. സ്പോറോഫൈറ്റിന് മിയോട്ടിക് ഡിവിഷൻ നടന്ന്, ഡിപ്ലോയിഡ് ആയിട്ടുള്ള സ്പോറോഫൈറ്റിന് മിയോട്ടിക് ഡിവിഷൻ നടന്ന് സ്പോർ ഫോം ചെയ്യുകയും ഗ്യാമറ്റോഫൈറ്റ് ആവുകയും ചെയ്യും. ഇത്രയുമാണ് ഡിപ്ലോയിഡ് ജനറേഷൻ. നമ്മൾ പറഞ്ഞ ഡിപ്ലോയിഡ് ജനറേഷൻ. ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നത് ഹാപ്ലോയിഡ് ജനറേഷൻ. ഈ 2 തരത്തിലുള്ള ജനറേഷനും ഒരൊറ്റ ലൈഫ് സൈക്കിളിൽ വരുന്നത് കൊണ്ട് ഇവരുടെ ലൈഫ് സൈക്കിളിനെ നമുക്ക് ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ എന്ന് വിളിക്കാം. ഇത്രയുമാണ് ബ്രയോഫൈറ്റ്സിൻ്റെ ജനറൽ ക്യാരക്ടേഴ്സായിട്ട് നമുക്ക് പറയാനുള്ളത്. ബ്രയോഫൈറ്റ്സിൻ്റെ 2 ഗ്രൂപ്പിനെ കുറിച്ചിട്ടാണ്. ബ്രയോഫൈറ്റ്സിൻ്റെ 2 ഗ്രൂപ്പ് നമ്മൾ ലിവർവേർഡ്സ് ആൻഡ് മോസസ് എന്ന് പറയും. ലിവർവേർഡ്സ് ആൻഡ് മോസസ് പ്രധാനമായും 2 ഗ്രൂപ്പിൽ നമുക്ക് പഠിക്കാനുള്ളത് കുറേ ഉണ്ട്. നമുക്ക് ലിവർവേർഡ്സ് ആൻഡ് മോസസ് എന്ന 2 ഗ്രൂപ്പിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ലിവർവേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ലിവർവേഴ്സിനെ കുറിച്ചാണ് നമ്മൾ ആദ്യമേ പറയുന്നത്. ലിവർവേഴ്സ് മോയിസ്റ്റ് ഷെയ്ഡി ഏരിയാസിനകത്തായിരിക്കും നമ്മൾ കൂടുതലായിട്ട് കാണുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്, ഇത് വലിയ കാര്യങ്ങളൊന്നുമില്ല. മോയിസ്റ്റ് ഷെയ്ഡി ഏരിയാസിനകത്ത് കാണുന്നു. അതേപോലെ ഫ്ലാറ്റ് ഗ്രീൻ ലോബ്ഡ് താലസ് ആയിരിക്കും. ശ്രദ്ധിക്കുക, ഫ്ലാറ്റ് ആയിട്ടുള്ള ബോഡി ആയിരിക്കും, ഗ്രീൻ കളേർഡ് ആയിരിക്കും, ലോബ്ഡ് ബോഡി ആയിരിക്കും. ലോബ്ഡ് ബോഡി നിങ്ങൾ ഏകദേശം ലോബ് കണക്കായിരിക്കും ഇരിക്കുന്നത്. ലോബായിട്ടായിരിക്കും ഇരിക്കുന്നത്. 2 ദളങ്ങൾ പോലെ ഇരിക്കും. അതാണ് ലോബ്ഡ് താലസ് എന്ന് പറയുന്നത്. താലസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം റൂട്ട് സ്റ്റെമ്മ് ലീഫ് ഒന്നും തിരിക്കാൻ പറ്റാത്തതിനെയാണ് നമ്മൾ താലസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഫ്ലാറ്റ് ഗ്രീൻ ലോബ്ഡ് താലസ് ആയിരിക്കും ലിവർവേഴ്സിനകത്ത് കാണുന്നത്. ഓക്കെ, ഇനി ഇതിനകത്ത് പ്രധാനമായിട്ട് പറയാനുള്ളത് നമ്മൾ നേരത്തെ ബ്രയോഫൈറ്റ്സിൻ്റെ ജനറൽ ക്യാരക്ടേഴ്സിനകത്ത് പറഞ്ഞതുപോലെ തന്നെ എന്തുകൊണ്ട് ഇവിടെ റൈസോയിഡ്സ് എന്ന് പറയുന്ന പാർട്ട് ഇവിടെ കാണുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് റൈസോയിഡ്സ് ഇരിക്കുന്നത്? ഏതെങ്കിലും ഒരു സബ്സ്ട്രേറ്റും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സബ്സ്റ്റൻസുമായിട്ട് ഇതിനെ അറ്റാച്ച് ചെയ്തിരിക്കാൻ വേണ്ടി ഹുക്ക് കണക്കുള്ള സ്ട്രക്ചറാണ് നമ്മുടെ റൈസോയിഡ്സ്. റൈസോയിഡ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കണ്ടിന്യൂസ് ചോദിക്കുന്നതാണ്. എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ ഇതിനു വേണ്ടി ഈ അറ്റാച്ച് ചെയ്തിരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പാർട്ടിൻ്റെ പേര് റൈസോയിഡ്സ്. ഓക്കെ, ഇനി അതിനകത്ത് പ്രധാനമായിട്ട് റൈസോയിഡ്സ് എന്തിനു വേണ്ടിയിട്ടാണ്?
സബ്സ്ട്രേറ്റുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ലിവർ വേഴ്സിനകത്ത് റൈസോയിഡ്സ് കാണുന്നുണ്ട്. റൈസോയിഡ്സ് എന്ന് പറഞ്ഞാൽ ബ്രയോഫൈറ്റ്സ് മെമ്പേഴ്സിൻ്റെ ബോഡിയിൽ, അപ്പോൾ അവർ പ്രധാനമായിട്ട് ഈ പാറ അല്ലെങ്കിൽ കല്ലിൻ്റെ പുറത്തോ അല്ലെങ്കിൽ തടിയുടെ പുറത്തോ ഒക്കെ അറ്റാച്ച് ചെയ്തിട്ടായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ അവരുടെ ബോഡിയിൽ അറ്റാച്ച് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്ന ഹുക്ക് ലൈക്ക് സ്ട്രക്ചറിനെ പറയാം, അല്ലെങ്കിൽ ഹുക്ക് കണക്കിൽ ഹോൾഡ് ചെയ്തിരിക്കണ്ടേ, ഹോൾഡ് ചെയ്ത് അല്ലെങ്കിൽ ലോക്ക് ചെയ്തിരിക്കാൻ വേണ്ടിയിരിക്കുന്ന ഹുക്ക് ലൈക്ക് സ്ട്രക്ചറിനെ പറയുന്ന പേരാണ് റൈസോയിഡ്സ്. അവരുടെ ബോഡിയിൽ കാണുന്ന ഏതെങ്കിലും ഒരു സബ്സ്റ്റൻസിനകത്ത് അറ്റാച്ച് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ട് കാണുന്ന ആ ഹുക്കിലേക്ക് അല്ലെങ്കിൽ അറ്റാച്ച് ചെയ്തിരിക്കാൻ വേണ്ടി കാണുന്ന പാർട്ട്, ബോഡിയുടെ പാർട്ടിനെ പറയുന്ന പേരാണ് റൈസോയിഡ്സ്. അപ്പോൾ റൈസോയിഡ്സ് കഴിഞ്ഞ് നമ്മൾ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ പറയുന്നു അല്ലെങ്കിൽ അസെക്ഷൽ റീപ്രൊഡക്ഷൻ പറയുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫ്രാഗ്മെൻറ്റേഷനും ജെം മേക്കപ്സും തന്നെയാണ്. എന്തുകൊണ്ടാണ് അവിടെ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ പറയാത്തതെന്ന് ശ്രദ്ധിക്കണം. സെക്ഷൽ റീപ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഗ്യാമേറ്റ്സിൻ്റെ ഇൻവോൾവ്മെൻറ്റ് ഇല്ലാത്ത എല്ലാ റീപ്രൊഡക്ഷനെയും നമ്മൾ അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ അവിടെ എടുത്ത് പറയാത്തത്. ഗ്യാമേറ്റ്സിൻ്റെ ഇൻവോൾവ്മെൻറ്റ് ഇല്ലാത്ത എല്ലാ റീപ്രൊഡക്ഷനെയും നമ്മൾ അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫ്രാഗ്മെൻറ്റേഷനും ജെം മേക്കപ്സും വെച്ച് തന്നെയാണ് ഇവിടെ റീപ്രൊഡക്ഷൻ നടക്കുന്നത്. പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഗ്യാമറ്റോഫൈറ്റ് ഉണ്ട്. ഗ്യാമറ്റോഫൈറ്റിനകത്ത് മെയിൽ സെക്സ് ഓർഗനായിട്ടുള്ള ആന്ത്രീഡിയം കാണുന്നുണ്ട്, ഫീമെയിൽ സെക്സ് ഓർഗനായിട്ടുള്ള ആർക്കിഗോണിയം കാണുന്നുണ്ട്. ആന്ത്രോസോയിഡ്സ് ആന്ത്രീഡിയത്തിനകത്ത് ആന്ത്രോസോയിഡ്സ് ഫോം ചെയ്യും, ആർക്കിഗോണിയത്തിനകത്ത് എഗ്ഗ് ഫോം ചെയ്യും. വാട്ടറിൻ്റെ പ്രസൻസിൽ ഈ ആർക്കിഗോണിയം എഗ്ഗ് കൂടെ ഫ്യൂസ് ചെയ്ത് സൈഗോട്ടാകും. സൈഗോട്ടിൽ നിന്ന് സ്പോറോഫൈറ്റും ആകും. നേരത്തെ പറഞ്ഞ അതേ പാർട്ട് തന്നെയാണ് നടക്കുന്നത്. ഇവിടുത്തെ സ്പോറോഫൈറ്റിനൊരു പ്രത്യേകതയുണ്ട്. ലിവർ വേഴ്സിൻ്റെ സ്പോറോഫൈറ്റിനൊരു പ്രത്യേകതയുണ്ട്. സ്പോറോഫൈറ്റ് 3 പാർട്ടായിട്ട്, അല്ലെങ്കിൽ സ്പോറോഫൈറ്റ് നമുക്ക് 3ആയിട്ട് തിരിക്കാം. ഫ്രൂട്ട്, സീറ്റെ ആൻഡ് ക്യാപ്സ്യൂൾ. അപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇവിടെയും കാണുന്നുണ്ട്. ആന്ത്രീഡിയം, ആർക്കിഗോണിയം, ആന്ത്രോസോയിഡ്സ് എഗ്ഗ്, ആന്ത്രോസോയിഡ്സ് എഗ്ഗ് കൂടെ ഫ്യൂസ് ചെയ്ത് സൈഗോട്ട് ഫോം ചെയ്യുന്നു. സൈഗോട്ടിൽ നിന്നും സ്പോറോഫൈറ്റ് ഫോം ചെയ്യുന്നു. സ്പോറോഫൈറ്റിനകത്ത് 3 പാർട്ടായിട്ട് തിരിക്കാം: ഫ്രൂട്ട്, സീറ്റെ ആൻഡ് ക്യാപ്സ്യൂൾ. ഇതിലെ ക്യാപ്സ്യൂളിനകത്തായിരിക്കും നമ്മുടെ സ്പോർ ഫോം ചെയ്യുന്നത്. ഈ സ്പോർ ഡെവലപ്പ് ചെയ്ത് പുതിയ ഗ്യാമറ്റോഫൈറ്റ് ആകും. അത്രയേ ഉള്ളൂ. അത് 3ആയിട്ട് തിരിക്കുന്നത് മാത്രമേ അഡീഷണൽ ആയിട്ട് നമുക്ക് പറയാനുള്ളൂ. അതിനകത്ത് ഫ്രൂട്ട്, സീറ്റെ, ക്യാപ്സ്യൂൾ എന്ന് പറയുന്നു. അല്ലെങ്കിൽ ക്യാപ്സ്യൂളിനകത്ത് സ്പോർ ഫോം ചെയ്യും. അത്രയേ ഉള്ളൂ. പിന്നീട് ഒരു കാര്യം കൂടെ പറയുന്നുണ്ട് ലിവർ വേഴ്സിനകത്ത്, ഇവരുടെ മെയിൽ സെക്സ് ഓർഗനും ഫീമെയിൽ സെക്സ് ഓർഗനും, കറക്റ്റ് പറഞ്ഞാൽ ആന്ത്രീഡിയവും ആർക്കിഗോണിയവും ഒന്നുകിൽ ഒരു താലസിൽ തന്നെ ഫോം ചെയ്യാം. ആന്ത്രീഡിയവും ആർക്കിഗോണിയവും ഒറ്റ താലസിൽ തന്നെ ഫോം ചെയ്യാം, അല്ലെങ്കിൽ സെപ്പറേറ്റ് താലസിനകത്ത് ഫോം ചെയ്യാം. ഒരു താലസിനകത്ത് മെയിൽ സെക്സ് ഓർഗൻ മാത്രവും മറ്റേ താലസിനകത്ത് ഫീമെയിൽ സെക്സ് ഓർഗൻ മാത്രവും. അപ്പോൾ മെയിൽ സെക്സ് ഓർഗൻ ഫീമെയിൽ സെക്സ് ഓർഗൻ ഒറ്റ താലസിൽ തന്നെ ഫോം ചെയ്യാം, അല്ലെങ്കിൽ സെപ്പറേറ്റ് താലസിലായിട്ട് ഫോം ചെയ്യും. അങ്ങനെയും വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ലിവർ വേഴ്സിനെ കുറിച്ച് പറയാനുള്ള. ബാക്കി ലൈഫ് സൈക്കിളെല്ലാം അത് തന്നെയാണ്. ഇത് അഡീഷണൽ ആയിട്ട് പറയാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് ഇതാണ്: ഇവരുടെ സ്പോറോഫൈറ്റിനെ ഫ്രൂട്ട്, സീറ്റെ, ക്യാപ്സ്യൂൾ എന്ന് തിരിക്കുന്നു. ക്യാപ്സ്യൂളിനകത്ത് സ്പോർ ഫോർമേഷൻ നടക്കുന്നു. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ലിവർ വേഴ്സിനെ കുറിച്ച് പറയാനുള്ളത്. നോക്കുക, ഡൗട്ട് ഉണ്ടെങ്കിൽ പറയുക. സൈഗോട്ട് ഡെവലപ്പ് ചെയ്തിട്ടാണ് സ്പോറോഫൈറ്റ് ആവുന്നത്. സൈഗോട്ട് ഡെവലപ്പ് ചെയ്തിട്ട് സ്പോറോഫൈറ്റ് ആവും. ആ സ്പോറോഫൈറ്റിനകത്താണ് നമ്മൾ 3 പാർട്ടായിട്ട് നമുക്ക് തിരിക്കാൻ പറ്റുന്നത്. സൈഗോട്ടിന് തിരിക്കാൻ പറ്റില്ല. സൈഗോട്ടിന് മൈറ്റോട്ടിക് ഡിവിഷനൊക്കെ നടന്ന് സ്പോറോഫൈറ്റ് അല്ലെ സൈഗോട്ടിൽ നിന്ന് സ്പോറോഫൈറ്റ് ഡെവലപ്പ് ചെയ്ത് വരുന്നു. അപ്പോൾ സൈഗോട്ട് എന്ന് പറഞ്ഞാൽ സിമ്പിൾ സ്ട്രക്ചറാണ്. അതിൽ നിന്നൊരു സ്പോറോഫൈറ്റ് ഡെവലപ്പ് ചെയ്ത് വരുമ്പം അതിനെ നമുക്ക് 3 പാർട്ടായിട്ട് തിരിക്കാൻ പറ്റുന്നു. അതിനകത്തൊരു പാർട്ടാണ് ഫ്രൂട്ട്, സീറ്റ് ആൻഡ് ക്യാപ്സ്യൂൾ. അതിലെ ക്യാപ്സ്യൂളിനകത്തായിരിക്കും സ്പോറുകൾ കാണുന്നത്. അത്രയാണ് പറഞ്ഞത്. സ്പോറോഫൈറ്റ് ഗ്യാമറ്റോഫൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും കാണുന്നത്. കാരണം ഗ്യാമറ്റോഫൈറ്റ് ഫോട്ടോസിന്തറ്റിക് ആണ്. പ്രകാശ സംശ്ലേഷണം വഴി ഫുഡ് പ്രിപ്പയർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഗ്യാമറ്റോഫൈറ്റിനുണ്ട്. അപ്പോൾ അവർ ഫുഡ് പ്രിപ്പയർ ചെയ്തിട്ടാണ് സ്പോറോഫൈറ്റിന് കൊടുക്കുന്നത്. അപ്പോൾ സ്പോറോഫൈറ്റ് ഇവിടെ ഡിപ്പെൻഡൻ്റ് ആണ്, ഗ്യാമറ്റോഫൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. അടുത്ത മോസസിനെ കുറിച്ചിട്ടാണ് നമുക്ക് പറയാനുള്ളത്. മോസസ് ലിവർ വേഴ്സ് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് പാർട്ടാണ് മോസസ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഷെയ്ഡി പ്ലേസസിനകത്ത്, മോയിസ്റ്റ് ഷെയ്ഡി പ്ലേസസിനകത്ത് തന്നെയാണ് ഇവർ കാണുന്നത്. ഒരു മാറ്റ് കണക്കായിരിക്കും മോസസ് കാണുന്നത്. മോയിസ്റ്റ് ഷെയ്ഡി പ്ലേസസിനകത്തായിരിക്കും ഒരു മാറ്റ് കണക്ക്, അതായത് ഒരു പരവതാനി വിരിച്ചിട്ടിരിക്കുന്ന പോലൊക്കെ ആയിരിക്കും. അതിങ്ങനെ പടന്ന് നമ്മുടെ മുറ്റത്ത് ഇങ്ങനെ പടന്ന് പോകും. അതുപോലെ തന്നെ ഇവരുടെ ഗ്യാമറ്റോഫൈറ്റ്, അതായത് നമ്മുടെ മോസസിൻ്റെ ഗ്യാമറ്റോഫൈറ്റ് ആണല്ലോ ഇവരുടെ പ്രധാനപ്പെട്ട പ്ലാന്റ് ബോഡി എന്ന് പറയുന്നത്. ഗ്യാമറ്റോഫൈറ്റിനെ
രണ്ട് സ്റ്റേജായിട്ട് നമുക്ക് തിരിക്കാം. ഒന്ന് പ്രോട്ടോണീമ എന്ന് പറയുന്ന സ്റ്റേജ്, രണ്ട് ലീഫി സ്റ്റേജ് എന്നാണ്. പ്രോട്ടോണീമ, ലീഫി സ്റ്റേജ്. പ്രോട്ടോണീമ ആൻഡ് ലീഫി സ്റ്റേജ് എന്ന് പറയുന്ന രണ്ട് പാർട്ടായിട്ട് നമ്മുടെ മോസസിൻ്റെ ഗ്യാമറ്റോഫൈറ്റിനെ നമുക്ക് തിരിക്കാം. ശ്രദ്ധിക്കുക, ബ്രയോഫൈറ്റ്സിനകത്ത് ലിവർവേഴ്സും മോസസും നമ്മൾ പറഞ്ഞു, ലിവർവേഴ്സിൻ്റെ ക്യാരക്ടേഴ്സ് പറഞ്ഞു, മോസസിൻ്റെ ക്യാരക്ടേഴ്സ് പറഞ്ഞപ്പോഴാണ് മോസസിനെയാണ് നമ്മൾ പ്രോട്ടോണീമ ലീഫി സ്റ്റേജിൽ നിന്ന് തിരിക്കുന്നത്. ശ്രദ്ധിച്ചോണം. അപ്പോൾ ഓക്കെ, പ്രോട്ടോണീമ ലീഫി സ്റ്റേജ് എന്ന് പറയുന്നത്, പ്രോട്ടോണീമ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, പ്രോട്ടോണീമ ഡയറക്ട്ലി ഡെവലപ്സ് ഇൻറ്റു സ്പോറാണ്. അതായത് നമ്മുടെ സ്പോറിൽ നിന്ന്, അതായത് നമ്മുടെ സ്പോറോഫൈറ്റിനകത്തുള്ള ക്യാപ്സ്യൂളിനകത്ത് ഇരിക്കുന്ന, സ്പോറോഫൈറ്റ് നമ്മൾ പറഞ്ഞു ഫൂട്ട് സീറ്റെ ക്യാപ്സ്യൂൾ എന്ന റീജിയൻ പറഞ്ഞു, അതിലെ ക്യാപ്സ്യൂളിനകത്തിരിക്കുന്ന സ്പോറിൽ നിന്നും ഡയറക്റ്റായിട്ട് ഡെവലപ്പ് ചെയ്ത് വരുന്ന പാർട്ടാണ് നമ്മുടെ പ്രോട്ടോണീമ എന്ന് പറയുന്ന പാർട്ട്. നമ്മൾ പറഞ്ഞു സ്പോറോഫൈറ്റ്, സൈഗോട്ടിൽ നിന്നും സ്പോറോഫൈറ്റ് ആവുന്നു, സ്പോറോഫൈറ്റിൽ നിന്നും സ്പോർ ഫോം ചെയ്യുന്നു, സ്പോറിൽ നിന്നാണ് വീണ്ടും അടുത്ത ഗ്യാമറ്റോഫൈറ്റ് ആവുന്നത്. അപ്പോൾ ഈ സ്പോറോഫൈറ്റിനകത്തിരിക്കുന്ന സ്പോറിൽ നിന്നും ഡയറക്റ്റായിട്ട് ഡെവലപ്പ് ചെയ്തിരുന്ന സ്ട്രക്ചറാണ് നമ്മുടെ പ്രോട്ടോണീമ എന്ന് പറയുന്ന പാർട്ട്. ഫസ്റ്റ് സ്പോറിൽ നിന്ന് ഡയറക്റ്റായിട്ട് ഡെവലപ്പ് ചെയ്തിരുന്ന പാർട്ടാണ് ഈ പ്രോട്ടോണീമ എന്ന് പറയുന്ന പാർട്ട്. ഇവരൊരു ക്രീപ്പിംഗ് ആയിരിക്കും, അതായത് നമ്മൾ നേരെ നിൽക്കുന്ന പാർട്ടല്ല, ക്രീപ്പിംഗ്, അത് ഇഴവള്ളികൾ പോലെ ആയിരിക്കും, അതായത് നമ്മുടെ സോയിലിൻ്റെ സർഫസിൽ ഇങ്ങനെ കിടക്കുന്ന പാർട്ടായിരിക്കും. അപ്പോൾ ക്രീപ്പിംഗ് ആണ്. അതുപോലെ തന്നെ ബ്രാഞ്ചഡ് ആയിരിക്കും, ഗ്രീൻ കളേർഡ് ആയിരിക്കും, ഫിലമെൻ്റസ് ആയിരിക്കും. ക്രീപ്പിംഗ്, ബ്രാഞ്ചഡ്, ഗ്രീൻ, ഫിലമെൻ്റസ്. ഏതാണ്ട് ഇതെല്ലാം കൂടെ പഠിക്കണ്ട. അപ്പോൾ ക്രീപ്പിംഗ്, ഫിലമെൻ്റസ് നോക്കുക, അതായത് അവർക്ക് നേരെ നിൽക്കാനുള്ള കപ്പാസിറ്റി, അല്ലാതെ സ്ലെൻഡർ അല്ലെങ്കിൽ ഫിക്സഡ് ആയിട്ടൊരു പാർട്ടിനകത്ത് നേരെ നിൽക്കാനുള്ള ഇതായിട്ടുള്ള പാർട്ട് അവർക്ക് കാണത്തില്ല. അപ്പോൾ അത്രയും ശ്രദ്ധിക്കുക. അപ്പോൾ ക്രീപ്പിംഗ് ആണ്, അതേപോലെ തന്നെ ബ്രാഞ്ചാണ്, ഗ്രീൻ ആണ്, ഫിലമെൻ്റസ് ആണ്. അതുപോലെ തന്നെ സെക്കൻഡ് സ്റ്റേജ്, അതായത് ലീഫി സ്റ്റേജ്, പ്രോട്ടോണീമ കഴിഞ്ഞിട്ടുള്ള ലീഫി സ്റ്റേജ്. ഈ പ്രോട്ടോണീമ കുറച്ച് നേരം കഴിഞ്ഞ് ഡെവലപ്പ് ചെയ്ത് വരും, കുറച്ചുകൂടെ ഡെവലപ്ഡ് ആവും. അതിനെ നമുക്ക് സെക്കൻഡറി പ്രോട്ടോണീമ എന്ന് വിളിക്കാം. ഫസ്റ്റ് ഫോം ചെയ്യുന്നത് പ്രൈമറി പ്രോട്ടോണീമ എന്ന് നമുക്ക് നമ്മുടെ ഒരു സൗകര്യത്തിന് വേണ്ടി പറയാം, അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എങ്കിലും ആദ്യമേ ഫോം ചെയ്യുന്ന പ്രോട്ടോണീമ, അതിൽ നിന്ന് കുറച്ചുകൂടി ഡെവലപ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചറാണ് സെക്കൻഡറി പ്രോട്ടോണീമ. ഈ സെക്കൻഡറി പ്രോട്ടോണീമയിൽ നിന്ന് ഡെവലപ്പ് ചെയ്യുന്ന ഒരു സ്ട്രക്ചറാണ് ലീഫി സ്റ്റേജ്. ലീഫി സ്റ്റേജിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ലാറ്ററൽ വെട്ട്, അതായത് ഇവരുടെ അപ്രൈറ്റ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. മറ്റേത് ക്രീപ്പിംഗ് ആയിരിക്കും, തറയ്ക്കുള്ള ക്രീപ്പിംഗ് ആയിരിക്കും. അതൊരു ഇത് നേരെ അപ്രൈറ്റ് ആയിട്ടിരിക്കുന്ന ഒരു പാർട്ടാണ് എന്ത്, നമ്മുടെ ലീഫി സ്റ്റേജ് എന്ന് പറയുന്നത്. അത് സെക്കൻഡറി പ്രോട്ടോണീമയിൽ നിന്നും ഡെവലപ്പ് ചെയ്ത് വരുന്ന ഒരു പാർട്ടാണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ലീവ്സ് കാണും, റൈസോയിഡ്സ് കാണും എന്നുള്ള പാർട്ട് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് അല്ല. നമുക്ക് ഇവിടെ പഠിക്കേണ്ട പാർട്ട് എന്ന് പറയുന്നത്, മോസസിനകത്ത് പറയേണ്ടത് മോസസിൻ്റെ ഗ്യാമറ്റോഫൈറ്റിനെ രണ്ട് സ്റ്റേജ് ആയിട്ട് തിരിക്കുന്നു. അത് ഇമ്പോർട്ടൻ്റ് പോയിന്റ് ആണ്. എന്ത്, പ്രോട്ടോണീമ ആൻഡ് ലീഫി സ്റ്റേജ്. സ്പോറോഫൈറ്റിനകത്തുള്ള സ്പോറിൽ നിന്നും ഡയറക്റ്റായിട്ട് ഡെവലപ്പ് ചെയ്ത് വരുന്ന പാർട്ട്, അത് ഫസ്റ്റ് ഡെവലപ്പ് ചെയ്ത് വരുന്ന പാർട്ട് പ്രോട്ടോണീമയാണ്. പ്രോട്ടോണീമ കുറച്ച് നേരം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ കുറച്ച് ആൾ ഡെവലപ്പ് ചെയ്തതിന് ശേഷം ആ ഡെവലപ്ഡ് സ്ട്രക്ചറിൽ നിന്നും ഡെവലപ്പ് ചെയ്ത് വരുന്ന പാർട്ടാണ് ലീഫി സ്റ്റേജ്. ലീഫി സ്റ്റേജ് ഇതിൻ്റെ പാർട്ടിൽ നിന്ന് ഡെവലപ്പ് ചെയ്ത് വരുന്ന പാർട്ടാണ്. അതാണ് ഇമ്പോർട്ടൻറ്റ്. പ്രോട്ടോണീമ ഫസ്റ്റ് ഫോം ചെയ്യുന്നത്, സ്പോറിൽ നിന്ന് ഡയറക്റ്റ് ഫോം ചെയ്യുന്ന പ്രോട്ടോണീമയുടെ ഡെവലപ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം ആ പ്രോട്ടോണീമയിൽ നിന്ന് ഡെവലപ്പ് ചെയ്ത സ്ട്രക്ചറാണ് ലീഫി സ്റ്റേജ്. അത്രയും ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്രയോഫൈറ്റ്സിനെ കുറിച്ച് നമുക്ക് പറയാനുള്ള പ്രധാനപ്പെട്ട പോയിൻറ്റ്സ്. ബ്രയോഫൈറ്റ്സിൻ്റെ ജനറൽ ക്യാരക്ടേഴ്സ് അല്ല അവിടെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് അവരുടെ ലൈഫ് സൈക്കിളാണ്. അവരുടെ ഹാപ്ലോയിഡ് ജനറേഷൻ ആയിരിക്കും അവരുടെ മെയിൻ പ്ലാന്റ് ബോഡി. അതായത് ഗ്യാമറ്റോഫൈറ്റ് ആണ് മെയിൻ പ്ലാന്റ് ബോഡി. ഗ്യാമേറ്റ് ഫോം ചെയ്യുന്ന സ്ട്രക്ചറിനെയാണ് ഗ്യാമറ്റോഫൈറ്റ് എന്ന് അവിടെ വിളിക്കുന്നത്. നമ്മുടെ ആന്ത്രിഡി, ആർക്കിഗോണിയം, ആന്ത്രോസോയിഡ്സ്, എഗ്ഗ്, സൈഗോട്ട്, ബാക്കി പാർട്ട്. എന്തുകൊണ്ട് അവരെ ആംഫിബിയൻസ് ഓഫ് ദ പ്ലാന്റ് കിങ്ഡം എന്ന് വിളിക്കുന്നു, അതെല്ലാം ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ്. അതിനുശേഷം നമ്മൾ ഇതിനെ ലിവർവേഴ്സും മോസസും തിരിക്കുന്നു. ലിവർവേഴ്സിൻ്റെ കാര്യം പറഞ്ഞു. ലിവർവേഴ്സിൻ്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്കും അതിനകത്തുള്ള അതായത് സ്പോറോഫൈറ്റിൻ്റെ ഫൂട്ട് സീറ്റ ക്യാപ്സ്യൂളും തിരിക്കുന്ന പാർട്ട്, അതിലെ ക്യാപ്സ്യൂളിനകത്താണ് സ്പോർ ഫോം ചെയ്യുന്നത്. പിന്നെ മോസസിൻ്റെ പാർട്ട്. ഇത്രയുമാണ് നമ്മൾ ബ്രയോഫൈറ്റ്സിൻ്റെ ജനറലായിട്ടുള്ള കാര്യങ്ങൾ പറയാനുള്ള. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. എക്കണോമിക് ഇമ്പോർട്ടൻസിലോട്ട് പോകാം. നോർമലി എക്കണോമിക് ഇമ്പോർട്ടൻസ് അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല, എന്നാലും നമ്മൾ ടെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നതുകൊണ്ടൊന്ന് പറയാം. അപ്പോൾ ഫുഡായിട്ട് അവരെ ഉപയോഗിക്കുന്നുണ്ട്, അതായത് നമ്മുടെ ബ്രയോഫൈറ്റ്സിനെ ഫുഡായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ എക്സാമ്പിൾസ് ആണ്
നമ്മുടെ സർഗാസം എന്നൊക്കെ പറഞ്ഞ പാട്ട്, അതിൻ്റെ എക്സാമ്പിൾസ് പറയണം. നമ്മൾ ഫ്യൂവലായിട്ട് ഉപയോഗിക്കുന്ന ഒരു എക്സാമ്പിൾസ് പറയുന്നുണ്ട്, സ്പാഗ്നം. ആ എക്സാമ്പിൾസ് ഒന്ന് ഓർത്ത് വെച്ചേക്കാം, നോട്ടിൽ കൊടുത്തേക്കാം. സ്പാഗ്നം നമ്മുടെ ഫ്യൂവലായിട്ട് ഉപയോഗിക്കുന്ന ഒരു ബ്രയോഫൈറ്റാണ് സ്പാഗ്നം എന്ന് പറയുന്ന പാട്ട്. പിന്നെ അവർ ഫുഡായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ നമ്മുടെ വാട്ടറിനെ ഹോൾഡ് ചെയ്ത് വെക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട് ഇവർക്ക്. അതുപോലെ ഡീകമ്പോസിഷൻ, റോക്സിനകത്തുള്ള ഡീകമ്പോസിഷൻ, അതായത് ഡീകമ്പോസിഷൻ നമുക്കറിയാമല്ലോ, വിഘാടകർ അല്ലെങ്കിൽ വിഘടനത്തിനൊക്കെ സഹായിക്കുന്ന പാട്ടാണ്. അതുകൊണ്ട് പ്രധാനമായിട്ടും ഈ എക്സാമ്പിൾസ് ഒന്ന് പഠിച്ചു വെച്ചേക്കുക. ഫ്യൂവലായിട്ട് യൂസ് ചെയ്യുന്ന സ്പാഗ്നം ഞാൻ നോട്ടിൽ തരാം, അതൊന്ന് ശ്രദ്ധിച്ചേക്കുക. വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി ഉള്ള ബ്രയോഫൈറ്റ്സും കാണുന്നുണ്ട്, അതായത് വാട്ടറിനെ ഹോൾഡ് ചെയ്ത് വെക്കാനുള്ള കപ്പാസിറ്റി. ഇപ്പോൾ സോയിലിനകത്ത് മോയ്സ്ചർ കണ്ടന്റ് നിലനിർത്താൻ നമ്മുടെ ബ്രയോഫൈറ്റ്സ് സഹായിക്കാറുണ്ട്. ഇതൊക്കെയാണ് അവരുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട എക്കണോമിക് ഇമ്പോർട്ടൻസ്. അതായത് നമ്മുടെ ബ്രയോഫൈറ്റ്സ് നിൽക്കുന്ന സ്ഥലങ്ങളിൽ മോയ്സ്ചർ കണ്ടന്റ് കൂടുതലായിരിക്കും. പിന്നെ ഫ്യൂവലായിട്ട് യൂസ് ചെയ്യുന്ന സ്പാഗ്നം എന്ന് പറയുന്ന പാർട്ട്. ഈ എക്സാമ്പിൾസ് പഠിച്ചോണം. ബ്രയോഫൈറ്റ്സിന് വരുന്ന കുറച്ച് എക്സാമ്പിൾസ് നിങ്ങൾ ടെക്സ്റ്റിനകത്ത് പഠനസാഹിത്യം കൊടുത്തിട്ടുണ്ട്, അതിന് എക്സാമ്പിൾസ് പഠിച്ചോണം, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്രയോഫൈറ്റ്സിനെ കുറിച്ച് പറയാനുള്ള എക്കണോമിക് ഇമ്പോർട്ടൻസ്. സ്പാഗ്നം എന്ന് പറയുന്ന പേര് ശ്രദ്ധിച്ചു, നോട്ട് ചെയ്തേക്ക്. അപ്പോൾ ഇതാണ് ബ്രയോഫൈറ്റ്സ്. അപ്പോൾ നമ്മുടെ പ്ലാനറ്റ് കിട്ടുന്നതിനകത്തുള്ള ഫസ്റ്റ് ഗ്രൂപ്പായിട്ടുള്ള ആൽഗകൾ കഴിഞ്ഞു, സെക്കൻഡ് ഗ്രൂപ്പായിട്ടുള്ള ബ്രയോഫൈറ്റ്സും കഴിഞ്ഞു.